പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ അതിലുണ്ടായിരുന്നില്ലേ ഇവനൊക്കെ, ഫിജീഷൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ അവർക്കറിയാം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ലെങ്കിൽ കേസുകൾ വരും, ലീഡർമാർക്കെതിരെ കേസുകൾ വരും. അപ്പോൾ ലീഡർമാർക്കെതിരെ കേസുകൾ വരാതിരിക്കാൻ ഇവർ ചേർത്തവർക്കെതിരെ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൂട്ടായ്മ, സൊസൈറ്റി, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ നിങ്ങളെ 200 രൂപയും എത്രയാണോ ആൾക്കാരുടെ അവരുടെ 200ഉം 500 രൂപയും സമാഹരിക്കുക. ഇവരുടെ ദൈനംദിന ചെലവുകൾ, വലിയ വരുമാനം ഉണ്ടെങ്കിൽ അതും അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഇവരുടെ പിന്നിലുള്ളത്. അല്ലാതെ മണി ചെയിൻ ഇവരല്ല, ഇവരുടെ വേറെ ആള് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇവരെയൊക്കെ സൃഷ്ടിച്ചവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മണി ചെയിൻ ഇവിടെ സാധ്യമല്ല മക്കളെ. നിങ്ങളുടെ പൂളിംഗം ഇനി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ, ഇത് നമ്മളെ പറ്റിക്കാത്ത കമ്പനി, 5 റുപ്യ കടം പറയാത്ത കമ്പനി, കൃത്യമായി പൂളിംഗ് തന്ന കമ്പനി എന്നൊക്കെയാണ് ചില ആൾക്കാർ വന്നിട്ട് അങ്ങ് തള്ളി മറിക്കുന്നത്. നിങ്ങളോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, എങ്ങനെയാണ് ഈ പൂളിംഗ് തന്നത്? എന്ത് ബിസിനസ്സിൻ്റെ ലാഭവിഹിതമാണ് പൂളിംഗ് എന്ന് പറഞ്ഞ് തന്നിരുന്നത്? നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ആള് കയറാറുണ്ടായിരുന്നോ? ഏത് സൂപ്പർ മാർക്കറ്റുകളും ലാഭത്തിലായിരുന്നോ? അതൊക്കെ നിങ്ങളുടേതല്ല. അതുകൊണ്ടാണ് അതൊക്കെ ഇന്നും സർക്കാർ പൂട്ടാതിരുന്നത്. നിങ്ങളുടേത് മാത്രമേ സർക്കാർ നടപടി എടുത്തിട്ടുള്ളൂ. ബാക്കി കേരളത്തിൽ 72ഓ 80ഓ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും സർക്കാർ പൂട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ